ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 50 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 51, 52 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, കപടവിശ്വാസികൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും അവരുടെ ആ ഒരു വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തീർപ്പ് കൽപ്പിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അതേസമയം അവർക്ക് ഗുണം ലഭിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ തിരിഞ്ഞു കളയുകയും ചെയ്യും. അള്ളാഹു പറയുകയാണ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നമ കാന ഖൗലൽ മുഅ്മിനീന. ഇന്നമ, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും, ഉറപ്പായും എന്നാണ് അർത്ഥം. ഇന്നമ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മാത്രമാണ്, നിശ്ചയമായും അത് മാത്രമാണ്. അപ്പോൾ ശേഷം വരുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇന്നമ പറയാം. അത് എവിടെയാണ് വരിക എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇന്നമ തീർച്ചയായും അത് മാത്രമാണ്. കാന, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആയിരുന്നു എന്നൊക്കെ അർത്ഥം. ഇന്നമ കാന നിശ്ചയമായും ആയിരുന്നു, അല്ലെങ്കിൽ നിശ്ചയമായും ആയിരിക്കും. ഖൗലൽ മുഅ്മിനീന, ഖൗല വാക്ക്, ഖാല പറഞ്ഞു, ഖൗല് വാക്ക്. അൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ, ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി, സത്യവിശ്വാസി, മുഅ്മിനൂൻ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യവിശ്വാസികൾ. അപ്പോൾ ഖൗലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ വാക്ക്. ഇദാ ദുഊ, ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ക്ഷണിച്ചു. ദുഇയ വിളിക്കപ്പെട്ടു, ക്ഷണിക്കപ്പെട്ടു. ദുഊ അവർ ക്ഷണിക്കപ്പെട്ടു. ഇദാ ദുഊ അവർ ക്ഷണിക്കപ്പെട്ടാൽ, ഇദാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ, ഇദാ ദുഊ അവർ ക്ഷണിക്കപ്പെട്ടാൽ, അവർ വിളിക്കപ്പെട്ടാൽ. എങ്ങോട്ട്? ഇലല്ലാഹി വ റസൂലിഹി. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്. ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും, അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റസൂലുഹു, റസൂലിഹി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ദൂതൻ. അപ്പോൾ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ. ലി യഹ്കുമ ബൈനഹും, ഹക്കമ എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിച്ചു അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെയാണ്. യഹ്കുമു ഒത്തുതീർപ്പുണ്ടാക്കും, വിധി കൽപ്പിക്കും. ലി യഹ്കുമ ഒത്തുതീർപ്പുണ്ടാക്കാൻ, വിധി പറയാൻ, വിധി കൽപ്പിക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ. ബൈനഹും, ബൈന ഇടയിൽ, ഹും അവർ, ബൈനഹും അവർക്കിടയിൽ. ഐ യഖൂലു, ഖാല പറഞ്ഞു, യഖൂലു പറയും, പറയുന്നു. യഖൂലൂന അവർ പറയും, അവർ പറയുന്നു. ഐ യഖൂലു, അൻ എന്ന് വരുമ്പോൾ യഖൂലൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ നൂന് പോവും. ഐ യഖൂലു അവർ പറയുക എന്നത്, അല്ലെങ്കിൽ അവരുടെ പറയൽ. ഇവിടെ ഈ ഒരു ഐ യഖൂലു എന്നുള്ളതിനോട് കൂടിയാണ് ശരിക്കും തുടക്കത്തിലുള്ള ഇന്നമാ കാന ചേർക്കേണ്ടത്. അപ്പോൾ ഇന്നമാ കാന ഐ യഖൂലു എന്നാണ്. ഐ യഖൂലു എന്ന് പറഞ്ഞാൽ ശരിക്കത് ഒരു ഇസ്മിൻ്റെ അർത്ഥം പറയുന്ന പോലെയാണ്. അവരുടെ പറച്ചിൽ, അവരുടെ പറയൽ, അല്ലെങ്കിൽ അവർ പറയുക. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഇന്നമാ കാനയുടെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ ഇന്നമാ കാന ഐ യഖൂലു, നിശ്ചയമായും അവർ പറയുക എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ നിശ്ചയമായും അവരുടെ പറയൽ മാത്രമാണ്. എന്ത്? സമിഅന, സമിഅ കേട്ടു, സമിഅന നാം കേട്ടു. സമിഅ എന്നുള്ളതിനോട് കൂടി നഹ്നു എന്ന് ചേർക്കുമ്പോൾ സമിഅ നഹ്നു എന്നല്ല പറയാം, നാ എന്നാണ് സമിയയുടെ കൂടേക്ക് വരിക. അപ്പോൾ സമിഅന എന്നാണ് വരിക. സമിഅന ഞങ്ങൾ കേട്ടു, അല്ലെങ്കിൽ നാം കേട്ടു. വ അത്വഅന, അത്വഅ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു. അതിൻ്റെ കൂടെ നഹ്നു എന്ന് ചേർക്കുമ്പോൾ അത്വഅ നഹ്നു എന്നുള്ളത് അത്വഅന എന്നായിട്ട് മാറും. അത്വഅന ഞങ്ങൾ അനുസരിച്ചു. അപ്പോൾ സമിഅന വ അത്വഅന, അതിൻ്റെ ഇടയിലൊരു വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. സമിഅന വ അത്വഅന ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു. വ ഉലായിക്ക, തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. ഉലായിക്ക
അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്, ഹുമുൽ മുഫ്ലിഹൂൻ അൽ മുഫ്ലിഹൂൻ. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നാണ്, മുഫ്ലിഹ് വിജയിച്ചവൻ, മുഫ്ലിഹൂൻ വിജയിച്ചവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അത്വഅനാ. സത്യവിശ്വാസികളുടെ വാക്ക് അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ നിശ്ചയമായും ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറയുക മാത്രമാണ്. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു വിജയികൾ. അടുത്തായത് വമൻ യുതഇല്ലാഹ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട. മൻ ആരാണോ അല്ലെങ്കിൽ ആർ, യുത്തിഇല്ലാഹ യുത്തി, അതാ യുത്തിഉ, അതാ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു, അത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യുത്തിഉ എന്ന് പറഞ്ഞാൽ അത് മുളാരിയാണ്, എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. രണ്ടിനും അറബിയിൽ ഒറ്റ രൂപമാണുള്ളത്, മുളാരി എന്ന് പറയും. അപ്പോൾ യുത്തിഉ അനുസരിക്കും, അനുസരിക്കുന്നു. വമൻ യുത്തി, ആ മന്ന് വരുമ്പോൾ യുത്തിഉ എന്നുള്ളത് യുത്തി എന്നാവും. വമൻ യുത്തി, ആർ അനുസരിക്കുന്നുവോ, ആരെ, അള്ളാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും. വാവു അത്തഫിൻ്റെ വാവാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റസൂലഹു അവൻ്റെ ദൂതൻ, വ റസൂലഹു അവൻ്റെ ദൂതനെയും. അപ്പോൾ വമൻ യുത്തിഇല്ലാഹ വ റസൂലഹു, ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ. വ യഖ്ഷല്ലാഹ, വാവ് അത്തഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. യഹ്ഷ, ഖഷിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, അത് മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യഹ്ഷ എന്ന് പറയുമ്പോൾ ഭയപ്പെടും, ഭയപ്പെടുന്നു, അത് മുളാരിയായിട്ടുള്ള രൂപമാണ്, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. അപ്പോൾ വ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ, ആ മന്നിലേക്ക് ഇതും കൂടെ ചേരും. വ മൻ യഖ്ഷ എന്നാണ് ശരിക്കും അവിടെ, ആ മന്ന് തുടക്കത്തിൽ കൊടുത്തുകൊണ്ട് ഇവിടെ കൊടുക്കാതിരുന്നാണ്. അപ്പോൾ വ യഖ്ഷല്ലാഹ, ആർ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നുവോ. വ യത്തഖി, ഇവിടെയും അത്തഫിൻ്റെ വാവ് വന്നു, ഇതും ശരിക്ക് ആ മന്നിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും വമൻ യത്തഖി എന്നുള്ള രൂപത്തിലാണ് അർത്ഥം പറയേണ്ടത്. ഇത്തഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചു, യത്തഖി സൂക്ഷ്മത പാലിക്കും, സൂക്ഷ്മത പാലിക്കുന്നു. അത് മനിലേക്ക് ചേർത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ മന്ന് അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ വമൻ യത്തഖി എന്നാവും, അവസാനത്തെ യാ പോവും. അവിടെ ആ കെസറിനെ മാറ്റി സുക്കൂനാക്കിയതാണ്, അത് നമുക്ക് അവസാനത്തിൽ ഗ്രാമറിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ വ യത്തഖി, അവസാനത്തിലൊരു ഹി ഉണ്ട്, അവനെ, ആർ അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ. ശരിക്കും അവിടെ വമൻ യത്തഖി എന്നാണ്, ആർ അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ. അത് ഒന്നിച്ചതുവരെയുള്ള ആ ഒരു മന്ന് വെച്ചിട്ട് പറയുമ്പോൾ വമൻ യുതഇല്ലാഹ വ റസൂലഹു വ യഖ്ഷല്ലാഹ വ യത്തഖി, ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ. ആ ആർ എന്നുള്ള മൻ എന്നുള്ളത് എല്ലാറ്റിലേക്കും ചേർത്തിട്ട് വേണം അർത്ഥം പറയാൻ. ഫ ഉലായിക്ക ഹുമുൽ ഫായിസൂൻ, ഫ ഉലായിക്ക, ഫ അപ്പോൾ, ഉലായിക്ക അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്, അൽ ഫായിസൂൻ, ഫാസ എന്ന് പറഞ്ഞാൽ വിജയിച്ചു, ഫായിസ് വിജയിക്കുന്നവൻ, ഫായിസൂൻ ഫായിസീൻ എന്നൊക്കെ പറഞ്ഞാൽ വിജയിക്കുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വമൻ യുതഇല്ലാഹ വ റസൂലഹു വ യഖ്ഷല്ലാഹ വ യത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ, ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു വിജയികൾ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു കപടവിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്കെന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കും വരാൻ അവർ തയ്യാറാകും, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുമെന്നർത്ഥം. അതേസമയം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ വിധി വരുമ്പോൾ അവർക്കെതിരാകുമെന്ന് അവർക്ക് അറിയാമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വരാൻ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമാണ്. ശേഷം അള്ളാഹു പറയുന്നു ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, എന്നാൽ സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താണ്? കപടവിശ്വാസികളുടെ രൂപം നമ്മൾ കണ്ടു. ഇനി സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താണ്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇസാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അത്വഅനാ. സത്യവിശ്വാസികൾക്കിടയിൽ വിധി പറയാൻ, അവർക്കിടയിൽ എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ, അതായത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വിധി പറയണം എന്നുള്ള രൂപത്തിൽ അവരോട് പറഞ്ഞാൽ അവരെന്താണ് പറയുക? അവരിത് മാത്രമേ പറയുള്ളൂ, സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു.
ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നർത്ഥം. എന്താണോ അള്ളാഹുവും അവൻ്റെ റസൂലും ഈ കാര്യത്തിൽ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, ഞങ്ങൾക്ക് മറുത്തൊരു വാക്കുമില്ല. അത് ഞങ്ങൾക്കെതിരാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സത്യവിശ്വാസികളുടെ നിലപാടാണ് ഈ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് വിധി പറയാൻ വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടാൽ, അവരെ വിളിച്ചാൽ അവർ പറയുന്നൊരു വാക്ക് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്താണോ ഈ വിഷയത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പറയുന്നത് അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾക്കെതിരാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നിട്ട് അള്ളാഹു അവരെക്കുറിച്ച് പറയാണ്, വ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമൻ യുത്തഇല്ലാഹ വ റസൂലഹു, ആരാണോ ഇങ്ങനെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നത്, വ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത്, വ യത്തഖ്ഹി, അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത്, ഫ ഉലായിക്ക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ഇവിടെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്നുള്ളതാണ് വിഷയം ഈ രണ്ട് ആയത്തുകളിലും, അല്ലേ? ശരിക്ക് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകളുടെ മനസ്സിലൊരു ധാരണ, നന്നായിട്ട് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ആരാധനാകർമ്മങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവൻ ആണ് എന്നാണ്. അത് മാത്രമാണോ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആയത്തിൽ കപടവിശ്വാസികളുടെ കാര്യമല്ലേ പറഞ്ഞത്? അത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കപടവിശ്വാസികൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരാധനയുടെ കാര്യത്തിൽ അനുസരിക്കാത്തവരാണോ? അല്ലല്ലോ. അവർ പള്ളിയിലൊക്കെ ഒന്നാമത്തെ സഫിലേ ഉണ്ടാവുന്ന ആളുകളാണ്. ആരാധനാ കർമ്മങ്ങളിൽ ഒക്കെ അവരുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ അവരുണ്ട്. അപ്പോൾ ആരാധനാ കർമ്മങ്ങളിലൊന്നും ഞങ്ങളത് എടുക്കൂല, ഞങ്ങൾ ആ രൂപത്തിൽ നിസ്കരിക്കൂല, ഞങ്ങളുടെ നിസ്കാരം വേറെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നവരൊന്നും അല്ല അവർ. എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നിസ്കരിക്കുന്നവരാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരാണ്. അപ്പോൾ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു അനുസരണക്കേടുമില്ല. അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ കപടവിശ്വാസികളുടെ കാര്യം പറഞ്ഞതിന് തൊട്ട് ശേഷം തൊട്ടടുത്ത ആയത്തിൽ സത്യവിശ്വാസികളുടെ അനുസരണ എങ്ങനെയായിരിക്കും എന്ന് പറയാനുള്ള കാരണം? അപ്പോൾ വെറും ഒരു ആരാധനാ കർമ്മങ്ങളിൽ മാത്രം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ച് എങ്ങനെയാണോ നിസ്കാരം, എങ്ങനെയാണോ നോമ്പ്, അതങ്ങനെ എടുത്തു പോകലും മാത്രമല്ല അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. മറിച്ച് നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മളുടെ ഓരോ കാര്യങ്ങളിലും, അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, അതിലൊക്കെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ രാജ്യത്തെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ഏതെങ്കിലും ശത്രു രാജ്യം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പോരാടണം, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന് സംരക്ഷണം നൽകണം, അതിന് ആ ശത്രുക്കളെ തുരത്തണം എന്നുള്ള രൂപത്തിൽ ആളുകളോട് പറഞ്ഞാൽ ആ സമയത്ത് കപടവിശ്വാസികൾ മാറി നിൽക്കും. അതിന് ഞങ്ങളെ കിട്ടൂല, അങ്ങനെ ആ യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾ വരില്ല. അതേപോലെ അവർക്ക് അനുകൂലമല്ലാത്തതായിരിക്കും ചില വിധികളെന്ന് അവർക്കറിയാമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവർ ഇസ്ലാമികമായ നിയമങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കൂല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കാര്യത്തിലും നിയമങ്ങളാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, അതിലൊക്കെ തന്നെയും നമ്മുടെ സാമൂഹ്യമായ ജീവിതത്തിലൊക്കെ തന്നെയും ഇസ്ലാമികപരമായ കാര്യങ്ങൾ അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് സ്വീകരിക്കാനുള്ള സന്മനസ് കാണിക്കുകയും ചെയ്യണം. അതാണ് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നല്ല നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെയുള്ള ആളുകൾ അവർ മറ്റുള്ള ആളുകളോടുള്ള ഇടപഴകൽ, സാമ്പത്തികമായ കാര്യങ്ങൾ, അതിലൊക്കെ വളരെയധികം മോശമായ അവസ്ഥയാണ് ഉണ്ടാകുക. അത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കാതിരിക്കലാണ്. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികമായ ഇടപാടുകളാവട്ടെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മറ്റുള്ള ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആവട്ടെ, എല്ലാം അള്ളാഹുവും അവൻ്റെ ദൂതനും എങ്ങനെയാണോ പറഞ്ഞത് ആ രൂപത്തിലായിരിക്കണം. അതല്ലാതെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട നിലപാടും എന്നാൽ കൃത്യമായി നിസ്കരിക്കുകയും ആരാധനാകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. അതാണ് അള്ളാഹു തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. ഇനി നേരെ തിരിച്ചും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിസ്കാരവും അതുപോലുള്ള ആരാധനാകർമ്മങ്ങളൊന്നുമില്ല, അതുകൊണ്ടും കാര്യമില്ല.
അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പെടും. ആരാധനാകർമ്മങ്ങളും പെടും, അതുപോലെ തന്നെ അതല്ലാത്തതും പെടും. എന്നിട്ട് ഇവിടെ അള്ളാഹു പറയുന്നത് നോക്കൂ, ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നത്, വയഹ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത്. എന്തിനാ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞത്? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുമ്പോൾ അതുപോലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതായിരിക്കും. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിച്ചിട്ടല്ല. പേടിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വേണ്ടത് അള്ളാഹുവിനെയാണ് പേടിക്കേണ്ടത്, അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നമ്മൾ അനുസരിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിച്ച് ജീവിക്കണം. അവിടെ നമ്മളുടെ ഉള്ളിലുണ്ടാവേണ്ട പേടി അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. വയത്തഖി, അവനെ സൂക്ഷിക്കുകയും വേണം. അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കണം ജീവിതത്തിൽ. എന്താണ് ഈ അള്ളാഹുവിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നാളെ പരലോകത്ത് എനിക്ക് പ്രയാസമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നാളെ പരലോകത്ത് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണമായി മാറുമോ? ഞാൻ ഈ ചെയ്യുന്ന കാര്യം അള്ളാഹു വിലക്കിയതാണോ? ഞാൻ ഈ ചെയ്യുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ എന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്ന ഒരു ചിന്ത ഓരോ പ്രവർത്തനത്തിൻ്റെ മുമ്പും ഓരോ സംസാരത്തിന് മുമ്പും നമ്മളിലുണ്ടാവുക. അതാണ് സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു സത്യവിശ്വാസി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പിൽ അവൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടൂലേ? ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാൻ ചെയ്യൂല. ഈ നിലപാട്, ആ ഒരു ചിന്ത, അതാണ് സൂക്ഷ്മത പാലിക്കൽ. അപ്പോൾ അവനെ സൂക്ഷിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു തീരുമാനം എടുക്കണം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ ചെയ്യാവൂ, അല്ലാത്തത് ചെയ്യാതിരിക്കണം. അങ്ങനെ ഒരു സൂക്ഷ്മത പാലിക്കലും വേണം. എന്നിട്ട് അള്ളാഹു പറയാണ് ഫ ഉലായിക ഹുമുൽ ഫായിസൂൻ, അത്തരം ആളുകൾ, അക്കൂട്ടർ, അവർ തന്നെയാകുന്നു വിജയികൾ. ഇവിടെ നോക്കൂ നിങ്ങൾ, തൊട്ട് മുമ്പത്തെ ആയത്തിൽ 51-ാമത്തെ ആയത്തിൽ ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു, വിജയികൾ. 52-ാമത്തെ ആയത്തിൽ ഹുമുൽ ഫായിസൂൻ എന്ന് പറഞ്ഞു, വിജയികൾ. രണ്ടും വിജയികളാണ്. ഭാഷാ പണ്ഡിതന്മാർ ഈ പദങ്ങളെ ഒന്ന് ചെറുതായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഫത്ഹ് എന്നുള്ള പദം കാണാം, വിജയം എന്നുള്ളതിന്. ഫത്ഹ് അത് വിജയമാണ്. പക്ഷേ ഈ ഫത്ഹ് എന്നുള്ള പദം മിക്ക സ്ഥലങ്ങളിലും ഈ ദുനിയാവിലെ വിജയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ദുനിയാവിലെ സംഭവിച്ച വിജയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഫത്ഹ് പറയാറുള്ളത് പൊതുവെ. എന്നാൽ ഫായിസൂൻ, വിജയികൾ എന്ന പദം 4 പ്രാവശ്യമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നത്. ഫൗസ്, വിജയം എന്നുള്ള പദം 19 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ പദങ്ങൾ വന്ന ഫൗസ് അല്ലെങ്കിൽ ഫായിസൂനൊക്കെ വന്ന സ്ഥലങ്ങൾ ഈ ലോകത്തുള്ള വിജയത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പരലോകത്ത് കിട്ടുന്ന വിജയത്തെക്കുറിച്ച് പറയാനാണ് ഈ ഫായിസൂൻ അല്ലെങ്കിൽ ഫൗസ് ഇത്തരം പദങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി മുഫ്ലിഹൂൻ എന്നുള്ള പദം അത് 13 പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ മിക്ക സ്ഥലങ്ങളിലും ഈ ലോകത്തും പരലോകത്തും 2 സ്ഥലങ്ങളിലും ലഭിക്കുന്ന വിജയത്തെക്കുറിച്ച് പറയാൻ ആ പദം വന്നിട്ടുണ്ട്. അപ്പോൾ ഫത്ഹ്, അതേപോലെ മുഫ്ലിഹൂൻ, ഫായിസൂൻ, ഈ പദങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭാഷാ പണ്ഡിതന്മാർ അതിനെ ആ തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യ ആയത്തിൽ മുഫ്ലിഹൂൻ എന്ന് വന്നു. അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഏത് വിധിയാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്ന അത്തരം സത്യവിശ്വാസികൾ, അവർ ഇരുലോകത്തും വിജയിച്ചവരാണ്. ഹുമുൽ മുഫ്ലിഹൂൻ, ഈ ലോകത്തും അവർക്ക് വിജയമുണ്ട്, നാളെ പരലോകത്തും അവർക്ക് വിജയമുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, അത്തരം ആളുകൾക്ക് നാളെ പരലോകത്ത് വമ്പിച്ച വിജയമുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്നമ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. കാന ഖൗലൽ മുഅ്മിനീന ഇസാ ദുഊ ഇലല്ലാഹി, ദുഊ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്, നീട്ടൽ, ശേഷം ഇല എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും, നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. അത്തരം സന്ദർഭങ്ങളിൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ ദുഊ ഇലല്ലാഹി വ റസൂലിഹി,
റസൂലി ഹി അവിടെ ഒരു ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹ ഉലമീറിന് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു യാഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും. റസൂലിഹി ലിയഹ്കുമ ബൈനഹും ഐ യഖൂലു. യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഐ യഖൂലു സമിഅ്ന വ അതഅ്ന. അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വ ഉലൈക അവിടെ ലാ എന്നുള്ള നീട്ടലും ഇ എന്നുള്ള ഹംസയും, നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്താണ്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാവുമ്പോൾ നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ശരിക്കും അവിടെ ഹും എന്നാണ്. അതിനെ ഹുമു എന്നാക്കാനുള്ള കാരണം ഹും എന്നെഴുതുമ്പോൾ മീമിന് സുക്കൂനാണ് വരിക. അൽ മുഫ്ലിഹൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഹംസത്ത് വസലുണ്ട്, അത് ഉച്ചരിക്കൂല. അപ്പോൾ 2 സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ സുക്കൂനിനെ മാറ്റും. അതാണ് ഹും എന്നുള്ളതിനെ മാറ്റി ഹുമു എന്നാക്കാനുള്ള കാരണം. ഇൽത്തിഖാ ഉസാക്കിനീൻ എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. ഹുമുൽ മുഫ്ലിഹൂൻ. അവസാനത്തെ നൂനിനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. മുഫ്ലിഹൂൻ. അടുത്ത ആയത്ത് വമൻ യുത്തിഇല്ലാഹ. അവിടെ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു. നേരത്തെ ഐ യഖൂലു എന്നുള്ളിടത്ത് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെയും ആ നൂനിനെ, ആ സുക്കൂനിലെ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വമൻ യുത്തിഇല്ലാഹ. അവിടെ യുത്തി എന്നാണ് ശരിക്കും. ഐനിന് സുക്കൂനാണ്. പക്ഷേ അവിടെ ഐനിന് സുക്കൂന് കൊടുത്താൽ പിന്നീട് വരുന്ന ആ അള്ളാഹു എന്നുള്ള അള്ളാഹ എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലുള്ള ഷദ്ദുള്ള ലാമിനെ പിരിച്ചെഴുതിയാൽ അവിടെയും ഒരു സുക്കൂനുള്ള അക്ഷരം വരും, സുക്കൂനുള്ള ലാമ് വരും. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും. അത് ഒഴിവാക്കാനാണ് യുത്ത എന്നുള്ളതിനെ യുത്തഇ എന്നാക്കിയത്. യുത്തഇല്ലാഹ. ഇനി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസറുള്ള അക്ഷരം വന്നാൽ ലാ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക. യുത്തഇല്ലാഹ എന്ന് പറയില്ല, യുത്തഇല്ലാഹ എന്നാണ് പറയാം. വ റസൂലഹു. അവിടെ ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹ ഉലമീറിനെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. റസൂലഹു. വ യഖ്ഷല്ലാഹ വ യത്തഖി. അവിടെ ഖാഫിന് സുക്കൂന് വന്നു. അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഖുതുബുജദ്. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ കുറച്ച് വെളിവാക്കി പറയണം, കട്ടിയിൽ പറയണം, ഗൗരവത്തിൽ പറയണം. അപ്പോൾ അവിടെ വയത്തഖി ഖ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. വയത്തഖി. അവിടെ ഒരു ഹ ഉലമീർ വന്നു. ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ ശേഷം ഹർക്കത്തുണ്ടെങ്കിലും മുമ്പ് ഹർക്കത്തില്ല. മുമ്പ് ഖാഫിന് സുക്കൂനാണല്ലോ, അത് ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. യത്തഖി എന്നേ പറയുള്ളൂ. ഫ ഉലൈക. നേരത്തെ പറഞ്ഞു ഇതിൻ്റെ നിയമം. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. മദ് മുത്തസിൽ. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. ഹുമുൽ ഫായിസൂൻ. ഹും എന്നുള്ളത് ഹുമു എന്നായത് നേരത്തെ ഹുമുൽ മുഫ്ലിഹൂൻ പറഞ്ഞ അതേ നിയമം ഇവിടെയും. ഫായിസൂൻ. അവിടെ ഫാ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു. ആ ഉലായിക്കയിൽ പറഞ്ഞ പോലെ തന്നെ ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. മദ് മുത്തസിൽ. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അവസാനത്തെ നൂനിനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇസാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന. ഇവിടെ കാന വന്നു. കാനക്ക് ഒരു ഇസ്മുണ്ടെങ്കിൽ, കാന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് കാനയുടെ ഇസ്മ്. അങ്ങനെ കാനയുടെ ഒരു ഇസ്മുണ്ടെങ്കിൽ അതിന് റഫ് ആയിരിക്കും കിട്ടുക. കാനയുടെ ഖബറായിട്ട് വരുന്ന പദത്തിന് നസ്ബായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ പലപ്പോഴും സംശയം തോന്നും, കാന ഖൗലു എന്നല്ലേ വരേണ്ടത്, കാന മുഹമ്മദുൻ മുഅല്ലിമൻ, അപ്പോൾ കാന ഖൗലു എന്നല്ലേ വരേണ്ടത് എന്നൊരു സംശയം തോന്നാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖൗൽ എന്നുള്ള പദം ശരിക്ക് കാനയുടെ ഇസ്മല്ല, അത് ഖബറാണ്. ആ ഖബർ അങ്ങോട്ട് കയറി വന്നതാണ്. ഖബർ മുഖദ്ദം എന്ന് പറയും, നേരത്തെ കയറി വന്നതാണ്. ശരിക്കും അവിടെ ഇന്നമ കാന ഐ യഖൂലു സമിഅന വഅത്വഅന, അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ അർത്ഥം പോവുക. നമ്മൾ അർത്ഥം പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ, ഇന്നമ കാന ചേർക്കേണ്ടത് ഐ യഖൂലു സമിഅന വഅത്വഅന എന്നതിലേക്കാണ്. അപ്പോൾ കാനയുടെ ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ ഐ യഖൂലു എന്നുള്ള ആ ഭാഗമാണ്
കാനയുടെ ഇസ്മ്. അത് പറയൽ മാത്രമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ യഖൂലു അവർ പറയുക എന്നത്. അപ്പോൾ ഇന്നമാ കാന ഐ യഖൂലു നിശ്ചയമായും അവർ പറയുക എന്നത് മാത്രമായിരിക്കും. അപ്പോൾ ആ കാനയുടെ ഇസ്മായിട്ട് വരിക ഐ യഖൂലു സമീഅനാ വഅത്വഅനാ എന്നുള്ള ആ ഭാഗമാണ്. അത് ഒരു ഒന്നിച്ചുള്ള ജുംലയാണ്, ഒരു ഒന്നിച്ചുള്ള വാചകമാണ് ആ കാനയുടെ ഇസ്മായിട്ട് വന്നത്. ഇനി കാനയുടെ ഖബർ അത് ഖൗല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നമാ കാന ഐ യഖൂലു സമീഅനാ വഅത്വഅനാ നിശ്ചയമായും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നവർ പറയുക മാത്രമായിരിക്കും ഖൗലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ വാക്ക്. ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി അവരെ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ലി യഹ്കുമ ബൈനഹും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ. അപ്പോൾ സത്യവിശ്വാസികളെ അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ ഇന്നമാ കാന ഐ യഖൂലു സമീഅനാ വഅത്വഅനാ നിശ്ചയമായും ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നവർ പറയൽ മാത്രമായിരിക്കും അവർ ചെയ്യാന്നർത്ഥം. അപ്പോൾ ആ ഇന്നമാ കാന അല്ലെങ്കിൽ കാന പോകേണ്ടത് ഐ യഖൂലു എന്നുള്ളതിലേക്കാണ്. അപ്പോൾ കാനയുടെ ഇസ്മായിട്ട് വരിക ഐ യഖൂലു എന്നുള്ള ഭാഗം, കാനയുടെ ഖബറായിട്ട് വരിക ഖൗൽ എന്നുള്ള ഭാഗം. ആ ഖൗൽ എന്നുള്ളതിന് നെസ്ബ് കിട്ടാനുള്ള കാരണം അത് കാനയുടെ ഖബറായതുകൊണ്ടാണ്. ഇനി ഖൗലുൽ മുഅ്മിനീന എന്ന് എടുത്തു കഴിഞ്ഞാൽ ഖൗൽ എന്നുള്ള ഇസ്മിനെ അൽ മുഅ്മിനൂൻ എന്നുള്ള ഇസ്മിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിന് ജറ് കിട്ടും. മുലാഫിൻ ഇലൈഹിയാണത്. അപ്പോൾ ഇവിടെ മുഅ്മിനൂൻ എന്നുള്ള പദമാണ് മുലാഫിൻ ഇലൈഹി. ആ മുഅ്മിനൂൻ എന്നുള്ള പദത്തിന് ജറ് കൊടുക്കുമ്പോൾ മുഅ്മിനീൻ എന്നാണ് ആവുക. വാവും നൂനും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപങ്ങൾക്ക് ജറ് കൊടുക്കുമ്പോഴും നെസ്ബ് കൊടുക്കുമ്പോഴും ആ വാവിനെ മാറ്റി യാ ആണാക്കുക. മുസ്ലിമൂൻ മുസ്ലിമീൻ എന്നാവും. അതേപോലെ മുഅ്മിനൂൻ മുഅ്മിനീൻ എന്നായി. അപ്പോൾ ഖൗലൽ മുഅ്മിനീൻ എന്നെടുത്തു കഴിഞ്ഞാൽ ഖൗൽ എന്നുള്ള പദം അത് മുലാഫാണ്. മുഅ്മിനീൻ എന്നുള്ള പദം അത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് ജറ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മുഅ്മിനീൻ എന്നായത്. അല്ലെങ്കിൽ മുഅ്മിനൂൻ എന്നാണ് വരേണ്ടത്. ഇദാ ദുഊ ഇലല്ലാഹി ഇലല്ലാഹി എന്നെടുത്താൽ ഇല എന്നുള്ളത് ഹർഫ് ജറാണ്. ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ഇലല്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കെസർ കൊടുക്കാനുള്ള കാരണം ഇല വന്നതുകൊണ്ടാണ്. വ റസൂലിഹി അവിടെ ഒരു അത്ഫിൻ്റെ വാവ് വന്നു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് മഅത്തൂഫാണ് റസൂൽ എന്ന് പറയും, ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിന് എന്താണോ ഇറാബ് അത് തന്നെ റസൂൽ എന്നുള്ളതിനും കിട്ടണം. അല്ലെങ്കിൽ ആ ഇല എന്നുള്ളത് ഈ റസൂൽ എന്നുള്ളതിലേക്കും ബാധകമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇലല്ലാഹി വ ഇലാ റസൂലിഹി എന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇലല്ലാഹി വ റസൂലിഹി അള്ളാഹുലേക്കും അവൻ്റെ ദൂതനിലേക്കും രണ്ടിൻ്റെയും കൂടെ ഒരു ലേക്കും എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലു എന്നുള്ളത് റസൂലി എന്നാക്കിയത്. ആ അള്ളാഹു എന്നുള്ള പദത്തിന് ജറ് കിട്ടിയതുകൊണ്ട് റസൂല് എന്നുള്ള പദത്തിനും ജറ് കിട്ടി. ഇനി റസൂലി എന്ന് എഴുതിയതിന് ശേഷം പിന്നെ ഹു എന്ന് പറയില്ല, പിന്നെ ഹി എന്നേ പറയുള്ളൂ. റസൂലിഹി എന്ന് അങ്ങനെയാണ് കിട്ടിയത്. ലി യഹ്കുമ എന്നുള്ളത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ശരിക്ക് യഹ്കുമു എന്നാണ് അവിടെ മുലാരിയായിട്ടുള്ള പദം. അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ആ യഹ്കുമു എന്നുള്ള ആ ഒരു മുലാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അങ്ങനെ യഹ്കുമ എന്നാക്കി. സാധാരണഗതിയിൽ നെസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫത്തഹ കൊണ്ടാണല്ലോ കൊടുക്കാറുള്ളത്. അപ്പോൾ ലി യഹ്കുമ എന്ന് അങ്ങനെ വന്നതാണ്. അതൊന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി പറയുമ്പോൾ ലി അൻ അവിടെ ഒരു അന്ന് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയാം. ലി അൻ യഹ്കുമ എന്നാണ് അർത്ഥം പറയുന്ന സമയത്ത് ഒരു അന്നിൻ്റെ അർത്ഥം കൂടെ അതിൻ്റെ ഇടയിൽ കയറി വരും. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, അൻ എന്ന് പറഞ്ഞാൽ ആൻ. അപ്പോൾ ലി അൻ അങ്ങനെ ആവാൻ വേണ്ടി, ലി യഹ്കുമ വിധി പറയാൻ വേണ്ടി, അദ്ദേഹം വിധി പറയാൻ വേണ്ടി, ആ ഒരു രൂപത്തിൽ അതിനർത്ഥം കിട്ടും. ബൈനഹും ഐ യഖൂലു അവിടെ അന്ന് വന്നാൽ മുലാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ലി അൻ യഹ്കുമ. ശരിക്കും അന്ന് വന്നതുകൊണ്ടാണ് യഹ്കുമു എന്നുള്ളത് യഹ്കുമ എന്നായത്. അതവിടെ മറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെയും ഐ യഖൂലു അവിടെ യഖൂലൂന എന്നാണ് ശരിക്കും വേണ്ടത്. അന്ന് വരുമ്പോൾ യഖൂലൂന എന്നുള്ളതിന് നെസ്ബ് കിട്ടും. സാധാരണ അവസാനത്തിൽ വാവും നൂനും ഒക്കെയുള്ള ഇത്തരം ക്രിയകൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ അവസാനത്തെ ആ നൂനിനെ കളയാണ് ചെയ്യുക. അപ്പോൾ ഐ യഖൂലു എന്നാണ് അവ. സമിഅനാ വ അത്വഅനാ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അടുത്തായത് വമൻ യുതിഇല്ലാഹ ഇവിടെ മൻ വന്നു. ഒരു നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്നാണത്. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ആര് എന്ന അർത്ഥത്തിൽ പറയുന്ന മന്നല്ല. അപ്പോൾ ഇതൊരു നിബന്ധനയുടെ മന്നാണ്. അത്തരം മന്നുകൾ വരുമ്പോൾ അതിന് ശേഷം ആ മന്ന് ഏതിലേക്കാണോ ചേർന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. ഇവിടെ ഒരു മുലാരിയായിട്ടുള്ള ക്രിയയല്ല, 3 മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ഈ മന്ന് ബാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 ക്രിയകൾ? മന്നിന് ശേഷം യുത്യ എന്ന് വന്നു, പിന്നെ യഹ്ഷ എന്ന് വന്നു, യത്തഖഹി എന്ന് വന്നു. 3 മുലാരിയായിട്ടുള്ള ക്രിയകൾക്കും ഈ മന്ന് ബാധകമാണ്.
അതായത് ആ 3 മുളാരിയായിട്ടുള്ള ക്രിയകളുടെ മുമ്പിലും ഈ മന്നുണ്ട് എന്ന രൂപത്തിലാണ് അർത്ഥം പറയേണ്ടത്. ഒന്നിച്ച് മന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് മൻ യുത്ത, മൻ യഹ്ഷ, മൻ യത്തഖ്, ഇങ്ങനെ ഈ 3 പദങ്ങളുടെ മുമ്പിലും മന്നുണ്ട്. അർത്ഥം പറയുമ്പോൾ ആ ഒരു മന്നിൻ്റെ അർത്ഥം 3ലേക്കും ചേർത്തി പറയേണ്ടി വരുമല്ലോ. ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ. അപ്പോൾ ആർ എന്നുള്ളത് ഈ 3ലേക്കും ബാധകമാണ്. അപ്പോൾ ശരിക്ക് ആ മൻ എന്നുള്ള പദം ഈ 3ൻ്റെ മുമ്പിലും ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിനെ ശരിക്ക് ഗ്രാമറിൻ്റെ രൂപത്തിൽ പറയാം. മൻ യുത്ത എന്ന് പറയുമ്പോൾ യുത്ത എന്നുള്ളതിൻ്റെ മുമ്പിൽ മന്ന് വന്നു. ആ യുത്ത എന്നുള്ളതിലേക്ക് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടതാണ് യഹ്ഷ, അതിലേക്ക് മഅത്തൂഫാണ് യത്തഖ്. അങ്ങനെ അത് മഅത്തൂഫാണ്, ചേർക്കപ്പെട്ടത് എന്നുള്ള രൂപത്തിലാണ് ശരിക്ക് ഗ്രാമറിൻ്റെ രൂപത്തിൽ പറയാം. ശരി, ഇങ്ങനെ മന്ന് വരുമ്പോൾ അതിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അതാ യുത്തിയോ, യുത്തിയോ എന്നുള്ളതിന് ജസ്മ് കിട്ടുമ്പോൾ യുത്യോ എന്നായിട്ട് മാറും. അത് പിന്നെ എന്തുകൊണ്ട് യുത്തഇ എന്നായി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ആ യുത്യോ എന്നുള്ളതിന് ജസ്മ് കിട്ടിയിട്ടുണ്ട്, അതാണ് യുത്യോ എന്നായത്. ഇനി യഹ്ഷ, അതിനും ഈ മന്ന് ബാധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ യഹ്ഷ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ശരിക്കൊരു യാ ഉണ്ട്. ഖഷിയ യഹ്ഷ, ഖഷിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ യാ ഉണ്ട്. യഹ്ഷ എന്ന് പറയുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട്. ആ ഉച്ചരിക്കാത്ത യാ പോയി. അതിൻ്റെ കാരണം ഈ മന്ന് ബാധിച്ചുകൊണ്ടാണ്. മന്നിന് ശേഷം വന്ന മുളാരിയായിട്ടുള്ള ക്രിയ ആയതുകൊണ്ട് ജസ്മ് കൊടുക്കാൻ വേണ്ടി ആ യാഇനെ കളഞ്ഞതാണ്. ഇത്തരം അവസാനത്തിൽ ഉച്ചരിക്കാത്ത യാ ഒക്കെ ഉണ്ടാകുമ്പോൾ മുളാരിയായിട്ടുള്ള അത്തരം ക്രിയകൾക്ക് ജസ്മ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ആ യാഇനെ കളയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് യഹ്ഷ എന്നായത്. ഇനി യത്തഖി, അതെങ്ങനെ വന്നു അതൊന്ന് മനസ്സിലാക്കാനുണ്ട്. ശരിക്ക് ഇത്തഖാ യത്തഖീ എന്നാണ്. യത്തഖീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു യാ ഉണ്ട്. അതിന് ജസ്മ് കൊടുക്കുമ്പോൾ ആ അവസാനത്തെ യാഇനെ കളയാണ് ചെയ്യുക. എന്നിട്ട് യത്തഖി എന്നാവും, നീട്ടാതെ പറയും. യത്തഖീ എന്ന് പറയുമ്പോൾ കുറച്ച് നീട്ടും, എന്നാൽ ജസ്മ് കൊടുത്തിട്ട് പറയുമ്പോൾ യത്തഖി എന്നാണ് ആവുക. പക്ഷേ ഇവിടെ ആ യത്തഖി എന്നുള്ളതിൻ്റെ കൂടെ അവസാനത്തിലൊരു ഹി ചേർക്കുമ്പോൾ യത്തഖി എന്നാവും. എന്നിട്ട് ആ ഖി എന്നുള്ള കസ്റിന്, അല്ലെങ്കിൽ ആ കസ്ർ കൊടുത്ത ഖാഫിന് സുക്കൂന് തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ രൂപത്തിലും ഖുർആനിൽ ഉപയോഗങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഗ്രാമർ ആ രൂപത്തിലും കൊടുക്കാമെന്നർത്ഥം. വയത്തഖി, അവിടെ ശരിക്കും വയത്തഖിഹി എന്നുള്ള രൂപത്തിൽ ഖാഫിന് കസ്റുള്ള രൂപത്തിലാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ കസ്റിനെ വേണമെങ്കിൽ സുക്കൂനാക്കിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വയത്തഖി എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി യുത്തിഅല്ലാഹ വ റസൂലഹു എന്ന് പറയുമ്പോൾ വമൻ യുത്തി, ആർ അനുസരിക്കുന്നുവോ, ആരെ, അല്ലാഹ വ റസൂല, അത് രണ്ടും മഫ്ഊലുൻ ബിഹികളാണ്. അല്ലെങ്കിൽ അല്ലാഹ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, അതിലേക്ക് മഅത്തൂഫാണ് റസൂൽ എന്നുള്ളത്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അതുകൊണ്ടാണ് അല്ലാഹ റസൂല എന്നെഴുതിയത്. അതുപോലെ തന്നെ വ യഖ്ഷല്ലാഹ, അവിടെയും ആ യഖ്ഷല്ലാഹ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ള പദം മഫ്ഊലുൻ ബിഹിയാണ്, അതിന് ഇറാബ് നെസ്ബാണ്, അതുകൊണ്ടാണ് അല്ലാഹ എന്ന് അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.